So the module 2 ന്റെ കുറച്ച് theorems ആണ്. ഫസ്റ്റത്തെ theorem Maxwell's theorem of reciprocal deflection. Okay, so Clerk Maxwell published this theorem in 1864. Maxwell's theorem of reciprocal deflections may be stated as displacement at point A due to load at point B is same as the displacement of point B due to the same load acting at point A. The displacements being measured in the direction of the loads. Okay, so ഈ ഒരു തിയറം പറയണത് നമ്മൾ പി എന്നുള്ള ലോഡ് ബി എന്നുള്ള പോയിന്റിൽ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ആ ടൈമിൽ എയിൽ വരുന്ന ഡിഫ്ലക്ഷനും അതേപോലെ നമ്മൾ ആ പി എന്നുള്ള ലോഡ് മാറ്റി എയിലേക്ക് കൊടുക്കുമ്പോൾ ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ഡെൽറ്റ എ വിൽ ബി ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ ബി. ഓക്കെ, സോ ഒന്നുകൂടി പറയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് എ due to load at B is same as the displacement of point B due to the same load. അതേ ലോഡ് വേണം പോയിന്റ് എയിൽ കൊടുക്കാൻ. The displacements being measured in the direction of the loads. ഇതാണ് Maxwell's theorem of reciprocal deflection. Okay, so the reciprocal theorem is valid for linear as well as for rotational displacements. For example, delta B is the displacement at B due to load P at A, and delta A is the displacement A due to the load P at B. Then according to this theorem, നേരത്തെ പറഞ്ഞ പോലെ delta A will be equal to delta B. ഇനി ഇതേ തിയറം നമുക്ക് മൊമെൻറ്റിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ഇഫ് alpha A is the rotation at A due to moment M at B, and alpha B be the rotation at B due to moment M at A. Then according to this theorem we can write alpha A is equal to alpha B. ഇനി നമ്മൾ പ്രൂഫാണ്. സോ ഫസ്റ്റത്തെ പ്രൂഫ് നമ്മൾ ലോഡിൻ്റെ കേസ് മാത്രം എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യണത്. സോ കൺസിഡറിങ് ഓൺലി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്സ് വെൻ ലോഡ് P is acting at B, then displacement at A will be small delta A and at B will be delta B. സോ ഇത് നമുക്ക് വർക്ക് ഡൺ എഴുതാൻ പറ്റും. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ ബി. ഇത് ലോഡ് ബി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യണ സമയത്തുള്ള വർക്ക് ഡൺ. ഇനി ലോഡ് പി എ എന്നുള്ള പോയിന്റിലാണ് ആക്ട് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ വിൽ ബി ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ എ. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഇഫ് ലോഡ് പി ഈസ് അപ്ലൈഡ് ഫസ്റ്റ് അറ്റ് ബി ദെൻ അറ്റ് എ. അപ്പോൾ ആദ്യം ബിയിൽ അപ്ലൈ ചെയ്തു, ബിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ ബി പ്ലസ് പി ഇൻറ്റു സ്മോൾ ഡെൽറ്റ ബി പ്ലസ് ഹാഫ് പി ഡെൽറ്റ എ. ഇനി ഇതേപോലെ ഇഫ് ദ ലോഡ് ഇസ് അപ്ലൈഡ് ഫസ്റ്റ് അറ്റ് എ ആൻഡ് ദെൻ അറ്റ് ബി then the work done will be equal to half p into delta a plus p into small delta a plus half p into delta b. So the equations C and D represent work done when P is acting at both points A and B. Hence we are equating C and D. C and D എന്നുള്ള equations equate ചെയ്യുമ്പോൾ we'll get half p delta b plus p into small delta b plus half p delta a will be equal to half p delta a plus p into small delta a plus half p delta b. ഇതിൽ കോമൺ ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമുക്ക് p delta b is equal to p delta a എന്ന് കിട്ടും. ഫ്രം ദിസ് വിൽ ഗെറ്റ് delta b is equal to delta a. ഇതാണ് നമ്മുടെ പ്രൂഫ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ലോഡ് എയിൽ അപ്ലൈ ചെയ്തു, എയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ബിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആദ്യം ബിയിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ എയിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ രണ്ട് കേസസിലും വരുന്ന വർക്ക് ഡൺസ് കണ്ടുപിടിക്കുക. വർക്ക് ഡൺ കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ. ഇതാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ്. സോ ഇതേ പ്രൂഫ് വെച്ചിട്ട് നമുക്ക് മൊമെൻറ്റും റൊട്ടേഷൻസും സോൾവ് ചെയ്യും ഇതേ രീതിയിൽ. ഇനി ഈ മാക്സ്വെൽസ് തിയറം നമുക്ക് ലോഡിൻ്റെയും മൊമെൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. So Maxwell's theorem can be stated even for the combination of linear and rotational cases also, with the requirements as the linear load P and rotational load M shall be the same, or the load may be referred as unit load in the theorem. അത് വെച്ചാൽ കൊടുക്കുന്ന ലോഡ് പിയും റൊട്ടേഷണൽ ലോഡ് എമ്മും സെയിം ആണെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റ് ലോഡും യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം Maxwell's theorem അവിടെ ആപ്ലിക്കബിൾ ആണെന്ന്. So in general we can write displacement at point A due to a unit load at point B is same as the displacement at B due to unit load at A. The displacement being measured in the direction of unit load. ഇത് ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ്. അച്ഛാ നമ്മൾ ലോഡും മൊമെൻറ്റ്സിനെ നമ്മൾ യൂണിറ്റ് ലോഡ് എന്നുള്ള രീതിയിൽ റെഫർ ചെയ്യാണ്. സോ നമുക്ക് തിയറത്തിന് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറത്തിന് ജനറലൈസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രൂഫാണ് അത് വെച്ചാൽ ലോഡും മൊമെൻറ്റും കൂടി ആക്ട് ചെയ്യുന്ന കേസ്. സോ ലെറ്റ് ഡ്യൂ ടു യൂണിറ്റ് മൊമെൻറ്റ് അറ്റ് ബി ദ ഡിഫ്ലക്ഷൻ അറ്റ് എ ബി സ്മോൾ ഡെൽറ്റ എ ആൻഡ് റൊട്ടേഷൻ അറ്റ് ബി ബി ആൽഫ ഡാഷ് ബി. Due to moment m at b, deflection at a will be m into delta a. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ യൂണിറ്റ് മൊമെൻ്റ് ആണ്. ഇപ്പോൾ യൂണിറ്റ് മൊമെൻ്റ് കേസ് വരുമ്പോൾ ഡെൽറ്റ എയും റൊട്ടേഷൻ ആൽഫ ഡാഷ് ബി ആണ്. ഇപ്പോൾ സപ്പോസ് ആ യൂണിറ്റ് മൊമെൻറ്റിന് പകരം നമ്മളൊരു മൊമെൻറ്റ് എം ആണ് കൊടുക്കണമെങ്കിൽ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ എം ഇൻറ്റു ഡെൽറ്റ എയും റൊട്ടേഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ആൽഫ ഡാഷ് ബി എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ കൊടുക്കണ ലോഡ് നമ്മൾ മൊമെൻ്റ് ആണ് ബിയിൽ. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ആൽഫ ഡാഷ് ബി. സോ യു ക്യാൻ റൈറ്റ് ഹാഫ് ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു ആൽഫ ഡാഷ് ബി. ഇനി ഇതേപോലെ നമ്മൾ ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് എ ദ ഡിഫ്ലക്ഷൻ അറ്റ് എ ഇസ് ഡെൽറ്റ ഡാഷ് എ ആൻഡ് റൊട്ടേഷൻ അറ്റ് ബി ബി ആൽഫ ബി. ഈ ഒരു കേസ് ഓക്കെ. ഇപ്പോൾ സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് പി ആണെങ്കിൽ അവിടെ പറഞ്ഞ ഡിഫ്ലക്ഷൻസ് പി ഇൻറ്റു ഡെൽറ്റ ഡാഷ് എയും പി ഇൻറ്റു ആൽഫ ബി എന്ന് കിട്ടും. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ദി വർക്ക് ഡൺ ആസ് ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ഡെൽറ്റ ഡാഷ് എ. ഓക്കെ. നൗ നെക്സ്റ്റ് വി ആർ അപ്ലൈയിങ് ദ കണ്ടീഷൻ വെയർ ലോഡ് എം ഇസ് അപ്ലൈഡ് ബിഫോർ ലോഡ് പി. ഓക്കെ. സോ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി വർക്ക് ഡൺ ആസ് ഹാഫ് ഇൻറ്റു എം സ്ക്വയർ ആൽഫ ഡാഷ് ബി പ്ലസ് ഇനി നമ്മൾ പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് പി സ്ക്വയർ ഡെൽറ്റ ഡാഷ് എ പ്ലസ് എം പി ആൽഫ ബി. ഓക്കെ. വെച്ച് നമ്മൾ ആദ്യം ബിയിൽ മൊമെൻ്റ് കൊടുത്തു. ആ മൊമെൻ്റ് കൊടുക്കുമ്പോൾ വരുന്ന വർക്ക് ഡൺ ആണ് ഹാഫ് എം സ്ക്വയർ ആൽഫ ഡാഷ് ബി. ഇനി ഈ മൊമെൻ്റ് എം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പി എന്നുള്ള ലോഡ് കൊടുക്കണം. അപ്പോൾ ബിയിൽ വരുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദി മൊമെൻറ്റ് ആസ് വെൽ ആസ് ദി ലോഡ്. അതുകൊണ്ടാണ് അവിടെ വരുന്ന വർക്ക് ഡൺ നമ്മൾ എം ഇൻറ്റു പി ഇൻറ്റു ആൽഫ ബി എന്ന് എഴുതുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വൈസ് വേഴ്സ നോക്കുകയാണ്. അത് വെച്ചാൽ ആദ്യം പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്തു, അതിന് ശേഷമാണ് എം എന്നുള്ള മൊമെൻറ്റ് കൊടുക്കുന്നത്. ഈ കേസിലും വർക്ക് ഡൺ വിൽ ബി ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ഡെൽറ്റ ഡാഷ് എ പ്ലസ് ഇനി എം എന്നുള്ള മൊമെൻറ്റ് കൊടുക്കുമ്പോൾ ഹാഫ് എം സ്ക്വയർ ആൽഫ ഡാഷ് ബി പ്ലസ് പി ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ എ. ഓക്കെ. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സിയും ഡിയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇൻ ദി എൻഡ് വി വിൽ ഗെറ്റ് ആൽഫ ബി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ. സോ ഇതാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറത്തിൻ്റെ പ്രൂഫ്. ഈ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ തിയറം ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പ്രൂഫ് സ്റ്റേറ്റ് ചെയ്താൽ മതി. സ്പെസിഫിക് ആയിട്ടാണ് ഈ കേസ് ചോദിക്കണേന്ന് വെച്ചാൽ അത് വെച്ചാൽ ലോഡും മൊമെൻറ്റും കൂടി ആക്ട് ചെയ്യണ കേസ് സ്പെസിഫൈ ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഈ പ്രൂഫ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ പ്രൂഫിലും തന്നെ അത് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാവും. ഈ നെക്സ്റ്റ് തിയറമാണ് ബെറ്റീസ് തിയറം. ഓക്കെ. സോ ഇൻ എനി സ്ട്രക്ചർ ദ മെറ്റീരിയൽ ഓഫ് വിച്ച് ഇസ് എലാസ്റ്റിക് ആൻഡ് ഫോളോസ് ഹുക്സ് ലോ ആൻഡ് ഇൻ വിച്ച് ദ സപ്പോസ് ആർ അൺയീൽഡിങ് the temperature is constant. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. The virtual work done by the system of forces P1, P2, P3 due to distortion caused by a system of forces Q1, Q2, Q3 is equal to the virtual work done by the system of forces Q1, Q2, Q3 during the distortion caused by the system of forces P1, P2, P3. ഓക്കെ. സോ അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ രണ്ട് ഫോഴ്സിനെയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരേ പോയിൻ്റ് അല്ലാണ്ട് സെപ്പറേറ്റ് പോയിൻറ്റ്സിലേക്ക് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് 4 ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. P1, Q1 ആൻഡ് P2, Q2.
എന്നിട്ട് P1 മാത്രം ഞാനൊരു ഫിഗർ വരച്ചു, Q1 Q2 മാത്രം ഞാനൊരു ഫിഗർ വരച്ചു. സോ ബെറ്റീസ് തിയറം പറയണത് the virtual work done by P1 P2 during the distortion caused by Q1 Q2. അച്ഛാ Q1 Q2 ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ P1 P2 ഉണ്ടാക്കുന്ന വെർച്വൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ദി വെർച്വൽ വർക്ക് ഡൺ ബൈ Q1 Q2 ഡ്യൂ ടു ഡിസ്റ്റോർഷൻ കോസ്ഡ് ബൈ P1 P2. അച്ഛാ P1 P2 എന്നുള്ള ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇതേ ഒരു ബീമിലാണ് നമ്മൾ Q1 Q2 എന്നുള്ള ഫോഴ്സും കൊടുക്കുന്നത്. നോക്കിയാൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇങ്ങനത്തെ കേസിൽ P1 ഉണ്ടാക്കുന്ന വെർച്വൽ വർക്ക് ഡണും Q1 ഉണ്ടാക്കുന്ന വെർച്വൽ വർക്ക് ഡൺ ഇറ്റ് വിൽ ബി ഈക്വൽ. അതാണ് ബെറ്റീസ് തിയറം പറയണത്. ദാറ്റ് ഇസ് P1 താഴെ വരുന്നതാണ് ഇവിടെ x1. സോ P1 ഇൻറ്റു x1 പ്ലസ് P2 ഇൻറ്റു x2 വിൽ ബി ഈക്വൽ ടു Q1 ഇൻറ്റു y1 പ്ലസ് Q2 ഇൻറ്റു y2. ഇതാണ് ബെറ്റീസ് തിയറം. ഓക്കെ.